ഇതൊരു ഈ വിവാദം ഒരു പുതിയ സംഭവവികാസമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. കാരണം ഏതൊക്കെ കാലഘട്ടങ്ങളിൽ മദ്യനയം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഞങ്ങൾ കാണുന്നൊരു കാര്യമുണ്ട്, ഇത് ഭരണകർത്താക്കളും അബ്കാരികളും തമ്മിലൊരു ബാന്ധവത്തിൻ്റെ ഫലമാണ്. മുൻകാലങ്ങളിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ ഈ മദ്യനയ രൂപീകരണത്തിന് മുമ്പേ തന്നെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ആരായാൻ, മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ ആരായാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചർച്ചയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ചർച്ച എന്ന് പറയുന്നത് അബ്കാരികളും ഭരണകർത്താക്കളും തനിയേ ഉള്ള ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്തേലും ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് സംശയിക്കാതിരിക്കാനാവില്ല. അപ്പോൾ ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവുന്നുണ്ട്. ഈ ഇടത് സഹയാത്രികനും കോൺഗ്രസിൻ്റെ VP സജീന്ദ്രനോട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ളൊരു ഇരുന്ന് ഉള്ളിൽ ഊറിച്ചിരിക്കുക. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്താ സംഭവിച്ചത്? ഇത് സജീന്ദ്രനെ സൂചിപ്പിച്ചല്ലോ. ഇടതുപക്ഷ മുന്നണിയുടെ ജനപ്രതിനിധികൾ നിയമസഭ നമ്മുടെ നികുതി ഉപയോഗിച്ച് തയ്യാറാക്കിയ നിയമസഭയിലെ ഉപകരണങ്ങളെല്ലാം അടിച്ചു തകർത്ത് എന്ത് വലിയ വിവാദമായിരുന്നു. അതിനുശേഷം അവർ തന്നെ അതുപോലൊരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ട്. നമുക്കറിയാം, ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറാക്കുന്ന കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളൊന്നും രഹസ്യം പുറത്തു പോകുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യം എങ്ങനെ മുൻകൂട്ടി പുറത്തുവിടുന്ന ആരാണ്? അതിൻ്റെ രഹസ്യം എങ്ങനെയാണ് പുറത്തു വന്നത്? അതുകൊണ്ടല്ലേ ഇത്രയും വലിയ വിവാദത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ അബ്കാരികൾക്ക് അനുകൂലമായി അവരറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു നയം രൂപീകരിക്കാൻ പോകുന്നു, എന്തെങ്കിലും സമീപനം എടുത്തോ എന്നൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വിവാദം ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ ഇതിപ്പോൾ പുറത്തു വരാനുണ്ടായ കാരണം ഇത് മാധ്യമങ്ങൾ ചുമ്മാ പടച്ചുവിട്ട കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് പുറത്തു വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിലെ ഉൾപ്പോരുകൾ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ മദ്യം കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടോ? ഒരു ശാരീരികപരമായി എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടോ? ഒരു നേട്ടം കിട്ടുന്നത് അബ്കാരികൾക്കും സർക്കാരിനും മാത്രമാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അബ്കാരി എന്ന് പറയുന്ന സർക്കാരാണ്. മദ്യഷാപ്പുകൾ അനുവദിക്കുകയും മദ്യഷാപ്പുകൾ സ്വയം നടത്തുകയും ചെയ്യുന്ന സർക്കാർ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അബ്കാരി. അപ്പം ആ അബ്കാരി തന്നെ അബ്കാരികൾ തമ്മിൽ ഏറ്റവും വലിയ അബ്കാരിയായ സർക്കാരും ഒപ്പം മറ്റ് അബ്കാരികളെയും കൂടെ കൂട്ടിയുള്ള രഹസ്യ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ വരുന്ന എന്തോ ഒക്കെയുള്ള ഒരു ചീഞ്ഞുനാറ്റമുണ്ട്, അതിൻ്റെ കാര്യമാണ് പുറത്തു വന്നത്. മദ്യം അത് അണലിയെ പോലെ കടിക്കുകയും പാമ്പിനെ പോലെ കൊത്തുകയും ചെയ്യുമെന്ന് ബൈബിളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ഇപ്പോൾ ബാർ ഉടമകൾക്ക് എക്സൈസ് മന്ത്രിയുമായി ചർച്ച പാടില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം എക്സൈസ് മന്ത്രിയോട് പറഞ്ഞുകൂടാ എന്നില്ലല്ലോ. അങ്ങനെ ചർച്ചകൾ നടക്കുമായിരിക്കാം. അങ്ങനെ സ്വാഭാവികമായി അവരുടെ ആവശ്യമാണ് ഡ്രൈ ഡേ ഒഴിവാക്കുക, അവരുടെ ആവശ്യമാണ് ബാറുകളുടെ പ്രവർത്തന സമയം 12 മണിയാക്കുക. ഈ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. അതിന്മേൽ പണം ഒരു ഘടകമായിട്ടുണ്ടോ എന്നുള്ളതാണ്, കോഴ എന്നൊരു വിഷയം വരുന്നുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അങ്ങനെ ഒരു കാര്യത്തിലുള്ള തെളിവ് നമ്മുടെ മുന്നിലുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന അനിമോന്റെ ശബ്ദരേഖ. അനിമോൻ തന്നെ കാര്യങ്ങൾ മാറ്റി പറയുന്ന സാഹചര്യം, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. മറ്റേത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. മുൻപുണ്ടായത് ആരോപണം ആ രൂപത്തിലായിരുന്നില്ലല്ലോ. അത് KM മാണി എന്ന മന്ത്രിക്കെതിരെ നേരിട്ട് തന്നെ ആരോപണം ഉന്നയിക്കുകയാണ് ബാർ ഉടമ ചെയ്തിട്ടുള്ളത്. ഇതിൽ അങ്ങനെ ഒരു ഘടകമില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സംശയിക്കുന്ന, ഭയപ്പെടുന്ന പോലെ ഈ മദ്യനയത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കപ്പെടുക, സ്വാഭാവികമായി ഇതിപ്പോൾ വിവാദമായ പശ്ചാത്തലത്തിൽ ഈ മദ്യനയത്തിൽ എന്തായാലും അതുണ്ടാകാൻ സാധ്യതയില്ലല്ലോ. അതൊരു ഗുണം ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഈ നയരൂപീകരണം അങ്ങനെ നീങ്ങാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്തുകൊണ്ട് മുൻകാലങ്ങളിൽ മദ്യവിരുദ്ധ പ്രവർത്തകരുമായിട്ട് വ്യക്തമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം ഇവർ തമ്മിൽ, അബ്കാരികൾ തമ്മിൽ, ഞാൻ പറഞ്ഞ സംസ്ഥാന സർക്കാരും അബ്കാരി തന്നെയാണ്. സംസ്ഥാന സർക്കാരായ അബ്കാരിയും മറ്റ് അബ്കാരികളും മദ്യലോബികളും തമ്മിലുള്ള ചർച്ച മാത്രമാക്കി ഇതുകൊണ്ട് മാറ്റി. അതിനിടയ്ക്ക് ഒരു പ്രശ്നമില്ലേ? Debate with Smriti Parittikad.